കോൺഗ്രസ് ഇപ്പോഴും പറയുന്നത് അത് ഓർമ്മിക്കേണ്ട, അത് മുറിപ്പാടുകളാണ്, അതിനെ ഓർത്തെടുക്കേണ്ട എന്നാണ്. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? ഇപ്പോൾ ഗവർണറുടെ നിർദ്ദേശത്തെക്കാൾ ഉപരിയായിട്ട് രാജ്യവ്യാപകമായി ഇത്തരത്തിൽ ഒരു വിഭജന ഭീതി ഓർമ്മ ദിനം വേണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. നേരത്തെ തന്നെ പ്രധാനമന്ത്രി തന്നെ അത്തരമൊരു നിർദ്ദേശം നൽകിയതാണ്. പക്ഷേ അത് കോൺഗ്രസും ഇടതുപക്ഷവും അത് വേണ്ട എന്നുള്ള നിലപാടിലാണ് ഇപ്പോഴും. താങ്കൾ ഏത് പക്ഷത്താണ്? ശ്രീ മഞ്ജുഷ്, രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർക്കുമ്പോൾ സർവ്വതല സ്പർശിയായിട്ട് ഓർക്കുന്നത് തന്നെയാണ് നല്ലത്. ആ ഓർക്കേണ്ടത് എന്തൊക്കെയാണ്? ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് ഓഗസ്റ്റ് ആദ്യ ആഴ്ചകളിലും രണ്ടാമത്തെ ആഴ്ചയിലുമാണ് ലോക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത മിറക്കിൾ ഓഫ് കൽക്കട്ട നടക്കുന്നത്. അതായത് ലോകത്തന്ന് ഏറ്റവും വലിയ പ്രശ്നബാധിതമായ പ്രദേശമാണ് കൽക്കട്ട, ദ മോസ്റ്റ് ട്രബിൾഡ് സിറ്റി ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്ന സ്ഥലം. ഇതിനെക്കുറിച്ചാണ് പിന്നീട് ലോർഡ് മൗണ്ട് ബാറ്റൻ പറഞ്ഞത്. അതായത് 55,000 ആയുധമേന്തിയ സൈനികർ പഞ്ചാബിലുണ്ട്, അവിടെ ഇന്നും കലാപമാണ്. പക്ഷേ ബംഗാളിൽ ഒരു ഒറ്റയാൾ പട്ടാളമുണ്ട്, അദ്ദേഹം ബംഗാളിലേക്ക് സമാധാനം കൊണ്ടുവന്നു. ഇത് ടെലിഗ്രാം അടിച്ച് ലോർഡ് മൗണ്ട് ബാറ്റൻ പറഞ്ഞ ഡോക്യുമെന്റഡ് ആയ കാര്യമാണ്. മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഓഗസ്റ്റ് ആദ്യ ആഴ്ച ബീഹാറിൽ നിന്ന്, പട്നയിൽ നിന്ന് ബംഗാളിൽ എത്തുകയും ഓഗസ്റ്റ് 13 മുതൽ ഇന്ന് പ്രത്യേകിച്ച് 14 അടക്കമുള്ള ദിവസങ്ങളിൽ ഏറ്റവും കാര്യമായി ഇടപെടുകയും 15-ാം തീയതി സ്വാതന്ത്ര്യ സമരത്തിന്റെ ആഘോഷങ്ങളിൽ നിന്ന് മാറി പ്രാർത്ഥനയിൽ അടക്കം നിൽക്കുകയും മിറക്കിൾ ഓഫ് കൽക്കട്ട, കൽക്കട്ടയിലെ മഹാത്ഭുതം എന്ന് പറയുന്ന സംഭവം ചരിത്രകാരനായ ലൂഡി ആണെന്നാണ് എന്റെ ഓർമ്മ. അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മിറക്കിളാണിത്. പാർട്ടീഷൻ ഉണ്ടാക്കിയ നെഗറ്റിവിറ്റി, അതായത് ലഭ്യമായ കണക്കുകൾ പ്രകാരം 5 മുതൽ 8 ലക്ഷം വരെ എന്നാണ് പല ആൾക്കാരും പഞ്ചാബിൽ മരിച്ചവരുടെ കണക്ക് മാത്രം പറയുന്നു. ചില ആൾക്കാർ അത് 10 മുതൽ 12 ലക്ഷം, അതായത് ഏകദേശം 1 to 1 മില്യൺ ആൾക്കാർ പറയുന്നു. അങ്ങനെ വ്യാപകമായി നേരത്തെ ശ്രീ സി പണിക്കർ സൂചിപ്പിച്ചതുപോലെ പല കണക്കുകൾ 20 മില്യൺ എന്ന കണക്കുകളുണ്ട്. അതിൽ നിന്നെല്ലാം ബംഗാളിനെ വലിയൊരു അളവ് വരെ രക്ഷിച്ചതും ആ മരണം ഏറ്റവും കുറച്ചു കൊണ്ടുവന്നതും അവിടെ ഏറ്റവും മഹാത്ഭുതം നടത്തിയ മഹാത്മാഗാന്ധിയെ ശ്രീ റോണി സാറിന്റെ പാർട്ടി മറന്നുപോയതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം തർക്കങ്ങൾ നമ്മൾ പോകേണ്ടി വരുന്നത്. ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധി കാണിച്ചെടുത്ത് ഈ മഹാത്ഭുതം പോസിറ്റീവ്ലി ഹൈലൈറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇങ്ങനൊരു തർക്കത്തിന്റെ കോണ്ടെക്സ്റ്റ് ഉണ്ടാവില്ല. കാര്യം അതിൽ പാർട്ടീഷന്റെ വേദനയും വിതുമ്പലും ഉണ്ട്, സമുദായങ്ങൾ തമ്മിലുള്ള സംഘർഷമുണ്ട്. അതിനുശേഷം വിദേശ രാജ്യങ്ങൾ പോലും അത്ഭുതത്തോടു കൂടി കണ്ട, കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ അന്ന് പാകിസ്ഥാന്റെ ഒരു പേപ്പർ എഴുതുന്നുണ്ട്, ഗാന്ധി വാസ് റെഡി ടു ഡൈ സോ ദാറ്റ് വി ക്യാൻ ലിവ്. നമ്മൾക്ക് ജീവിക്കാൻ വേണ്ടി ഗാന്ധി മരിക്കാൻ തയ്യാറായി. ആ രീതിയിൽ ഹിന്ദുക്കളെ മുസ്ലിങ്ങളെയും ഒരുമിപ്പിക്കുന്ന എത്രയോ പോസിറ്റീവ് ഇൻസ്റ്റൻസസ് ഉണ്ട്. നമ്മൾ ആരെങ്കിലും, ശ്രീ മഞ്ജുഷോ ഞാനോ ശ്രീ റോണിയോ ശ്രീ പണിക്കരോ പഠിച്ച പുസ്തകങ്ങളിൽ മിറക്കിൾ ഓഫ് കൽക്കട്ട പഠിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സമാധാന ശ്രമങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? അവൻ പാർട്ടീഷനെ കുറിച്ച് പറയുമ്പോൾ പാർട്ടീഷനിൽ നഷ്ടപ്പെട്ട ആൾക്കാരുടെ ജീവൻ, അതിന് സമാധാനം കൊണ്ടുവരാൻ നടത്തിയ ശ്രമങ്ങൾ, അതിൽ വിജയിച്ച ശ്രമങ്ങൾ, ഇത്തരം കാര്യങ്ങൾ കൂടെ വേണം. 1947 ഓഗസ്റ്റ് 15 എല്ലാവരും ഡൽഹിയിലാണ്. അതായത് കേരളത്തിൽ മന്ത്രിസഭ മാറിയാൽ തിരുവനന്തപുരത്ത് കൂടുന്നത് പോലെ അന്നത്തെ കോൺഗ്രസ്സുകാരും നാട്ടിലെ എല്ലാവരും ഡൽഹിയിലാണ്. പക്ഷെ അതിൽ നിന്നെല്ലാം മാറി ബംഗാളിൽ സമാധാനത്തിന്റെ പാതയിൽ ഈ ആഘോഷങ്ങളിൽ നിന്ന് മാറി നിന്ന ഗാന്ധി അടക്കമുള്ള ആൾക്കാരെ കുറിച്ച് പ്രോപ്പർലി ഒരു എഡ്യൂക്കേഷൻ വരുന്നില്ല. അവിടെയാണ് ചരിത്രത്തെ ഏകപക്ഷീയമായി കാണുന്നതിൽ അർത്ഥമില്ല. പാർട്ടീഷൻ അടക്കമുള്ള സംഭവങ്ങളിൽ നടന്ന കാര്യങ്ങൾ. ഇനി ഒരു കാര്യം കൂടെ, ജിന്നയെ കുറിച്ച് നേരത്തെ പറഞ്ഞുകൊണ്ടാണ്, ജിന്നയായിരുന്നു ശരിക്കും സെക്കുലർ, അതായത് ചാമ്പ്യൻ ഓഫ് ഹിന്ദു മുസ്ലിം യൂണിറ്റി എന്നും സെക്കുലർ എന്നും ഒക്കെ ജിന്നയ്ക്കായിരുന്നു വിശേഷണം. സരോജിനി നായിഡു ആണ് ആ വിശേഷണം കൊടുക്കുന്നത്, ചാമ്പ്യൻ ഓഫ് ഹിന്ദു മുസ്ലിം യൂണിറ്റി. സാരേ ജഹാൻ സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എഴുതിയ മുഹമ്മദ് ഇക്ബാൽ അടക്കം പിന്നീട് പാകിസ്ഥാൻ വാദികളായി പോയിട്ടുണ്ടെങ്കിൽ നമുക്കും, നമ്മളെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്കും ഇന്ത്യക്കാർക്കും അതിൽ ചില തെറ്റുകൾ സംഭവിച്ചു എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. മുസ്ലിങ്ങളിലെ കൺസർവേറ്റീവ്സിനോട് ഗാന്ധിജി ഇടപെടുന്നതിനെ എതിർത്തിരുന്ന സെക്കുലറായ ആളായിരുന്നു ജിന്ന. പക്ഷേ നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന വിഭജനം, വിദ്വേഷം, പരസ്പരമുള്ള വിരോധം, പ്രത്യേകിച്ച് ഹിന്ദു മുസ്ലിം വിരോധം ക്രമാതീതമായി വളരുമ്പോഴാണ് യഥാർത്ഥത്തിൽ പാർട്ടീഷൻ ഉണ്ടാകുന്നത്. ഇതിന്റെ എല്ലാം തെറ്റുകളും കുറ്റങ്ങളും പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു ദിനമാണെങ്കിൽ വളരെ നല്ലതാണ്. അനുകൂലിക്കുകയാണോ എതിർക്കുകയാണോ? ഇങ്ങനെ വിഭജനം ഓർക്കണമെന്നാണോ ഓർക്കേണ്ട എന്നാണോ? അല്ല, വിഭജനവും വിഭജനത്തോടനുബന്ധിച്ച സംഭവങ്ങളും അതിലേക്ക് എത്തിയ നാൾ വഴികളും അതോടൊപ്പം അതിനെതിരെ പോരാടിയവരും, നേരത്തെ ശ്രീ പണിക്കർ സൂചിപ്പിക്കുകയുണ്ടായി നെഹ്റുജി കൈവക്കുന്നത്. അവസാന നിമിഷം വരെ ഇതിനെ കഴിയുന്നത്ര എതിർത്ത വ്യക്തിയാണ് മഹാത്മാഗാന്ധി. അവസാന നിമിഷം വരെ ഇതിനെ കഴിയുന്ന എടുത്ത വ്യക്തിയാണ് മൗലാന അബുൽ കലാം ആസാദ് അടക്കം. അങ്ങനെ ഗാന്ധിജിയുടെ സൊല്യൂഷൻ തന്നെ അന്ന് മുഹമ്മദ് അലി ജിന്നയെ പ്രധാനമന്ത്രിയാക്കാമായിരുന്നു. അതായത് മുഹമ്മദ് അലി ജിന്നയെ പ്രധാനമന്ത്രിയാക്കി നമുക്കൊരു സമവായം സൃഷ്ടിക്കാം. അത് മാത്രമാണ് ഒരുപക്ഷെ നെഹ്റുജിയും പട്ടേൽജിയും മഹാത്മാഗാന്ധി പറയുന്നത് അനുകൂലിക്കാതിരിക്കുന്നു. അപ്പം ചരിത്രത്തിന്റെ സങ്കീർണതകളെ പഠിപ്പിക്കുന്നെങ്കിൽ നല്ലതാണ്, പക്ഷെ സർവ്വതല സ്പർശിയായി പഠിപ്പിക്കണം. അത് ആരെങ്കിലും ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി, അത് ഇടതിനെയാണെങ്കിലും വലുതിനെയാണെങ്കിലും ഹിന്ദുവിനെ ആണെങ്കിലും മുസ്ലിമിനെ ആണെങ്കിലും ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കരുത്. നമ്മൾ ഇന്നും സാരേ ജഹാൻ സെ അച്ഛാ സന്തോഷത്തോടെ പാടുന്നില്ലേ? അത് എഴുതിയ മുഹമ്മദ് ഇക്ബാൽ പിന്നീട് പാകിസ്ഥാൻ വാദിയായി. അദ്ദേഹം പക്ഷേ ഇവിടെ കേരളത്തിൽ ഇത് വേണ്ട എന്ന് കോൺഗ്രസും ഇടതുപക്ഷവും തീരുമാനിക്കാൻ കാരണം, ഗവർണർ ഇങ്ങനെ നിർദ്ദേശം നൽകിയപ്പോൾ അതിൽ സംഘപരിവാർ അജണ്ട ഉണ്ട്
എന്നുള്ള ബോധ്യത്തിലാണ് ഇങ്ങനെ അല്ലല്ല അതാണല്ലോ പറയുന്നത്. കോൺഗ്രസ് ഇടതുപക്ഷവും തന്നെയാണ് പറയുന്നത്. അത് വെളിയിൽ പറയുന്നത്. എനിക്ക് ശ്രീ റോണി സാർ കാണിച്ച അറ്റ്ലീസ്റ്റ് ഇന്റലക്ച്വൽ ഓണസ്റ്റിയിൽ സന്തോഷമുണ്ട്. ഞാൻ മുമ്പ് ഒരു ചാനൽ ചർച്ച ചെയ്തിരുന്നു. അത് അവരിവിടെ ഇതൊന്നും പറയുന്നില്ല, വേറെ ഒരുപാട് സവർക്കറെയൊക്കെ കുറ്റം പറയുന്നത് മാത്രമേ ഉള്ളൂ. അതായത് ഇന്ത്യയിലെ വലതുപക്ഷം എന്ന് പറയുന്ന ഹിന്ദു വലതുപക്ഷത്തിന് ഹിന്ദുക്കളാണ് കൂടുതൽ മരിച്ചെന്ന കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാവില്ല. മുസ്ലിങ്ങൾ ഒരുപാട് മരിച്ചു, പക്ഷേ ഹിന്ദുക്കളാണ് കൂടുതൽ അനുഭവിച്ചത്. അപ്പൊ ആ ഹിന്ദുക്കൾ നേരിട്ട വിഷയം ഹൈലൈറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിനെ ഒരുപക്ഷെ സമാനമായ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ കൂട്ടിക്കലർത്തണം എന്നുള്ള ചിന്തയുണ്ട്. അങ്ങനെയാണ് BJP-യിലെ ജയസൂര്യൻ സാർക്ക് തൊട്ടും വരുന്ന ചർച്ച ചെയ്തത്. അങ്ങനെ തന്നെയാണ് BJP-ക്കാർ പൊതുവെ ചെയ്യുന്നത്. മുസ്ലിം സമൂഹത്തിന് നേരെ അങ്ങനെ ഒരു ടാർഗറ്റോ അല്ലെങ്കിൽ അങ്ങനെ വരെ കരിവാരി തേക്കണമെന്നോ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് കോൺഗ്രസും ലെഫ്റ്റ് ഓഫ് ദി സെന്റർ നിൽക്കുന്ന കോൺഗ്രസും CPM എല്ലാം അതിനെ എതിർക്കുന്നത്. ഇതാണ് അതിന്റെ പച്ച പരമാർത്ഥം. ഇതിനെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് പറയുന്നേ ഉള്ളൂ. അതായത് ഹിന്ദുക്കൾ അനുഭവിച്ച ദുഃഖങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ള, ഹിന്ദുക്കളും എല്ലാവരും അനുഭവിച്ച ദുഃഖങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക എന്ന ഉദ്ദേശം BJP-ക്കും, നേരെ തിരിച്ച് മുസ്ലിം സമുദായത്തെ ടാർഗറ്റ് ചെയ്യാനും ഇസ്ലാമോഫോബിയ വളർത്താനും ഉള്ളൊരു മാർഗമായി ഇത് മാറരുത് എന്നുള്ള കരുതൽ മറുവശത്തും ഉണ്ട്. ഇത് ഏത് പക്ഷത്ത് വേണമെങ്കിൽ നമുക്ക് നിൽക്കാം. പക്ഷെ പഠിപ്പിക്കുകയാണെങ്കിൽ സമഗ്രമായി സർവ്വതല സ്പർശിയായി പഠിപ്പിക്കണം. ഇതിന് ശേഷം സെപ്റ്റംബർ 1 വരെയാണ് ഗാന്ധിജി അവിടെ ഉണ്ടായിരുന്നത്, ബംഗാളിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഡൽഹിയിലോട്ട് വരുന്നുണ്ട്. ഡൽഹിയിൽ ഇതേപോലെ പാകിസ്ഥാനിൽ നിന്ന് ഒരുപാട് ഹിന്ദുക്കൾ ഓടി വരുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാനിലെ ഓടി വന്ന ഹിന്ദുക്കൾ പാകിസ്ഥാനിലെ മുസ്ലിങ്ങളോടുള്ള ദേഷ്യം തീർത്ത് ഡൽഹിയിലെ മുസ്ലിങ്ങളോടാണ്, നമ്മുടെ ഇന്ത്യൻ മുസ്ലിങ്ങളോടാണ്. അങ്ങനെ ഒരുപാട് മുസ്ലിം പള്ളികളടക്കം കയ്യേറുന്നുണ്ട്. ഗാന്ധിജി അവരെല്ലാം ആ പള്ളിയിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ അടുത്ത സത്യാഗ്രഹം ഇരിക്കുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം കൊല്ലപ്പെടുകയും മറ്റും ചെയ്യുന്നത്. അപ്പൊ സങ്കീർണമായ ചരിത്രമാണ്. വർഗീയതയും വിദ്വേഷവും ഉണ്ടാക്കാത്ത രീതി പഠിപ്പിച്ചാൽ നല്ലതാണ്. എങ്ങനെ പഠിപ്പിക്കുന്നു എന്ന് കൂടെ അനുസരിച്ചിരിക്കും. എങ്ങനെ നമ്മളിത് ടെക്സ്റ്റ് ബുക്കുകളിലോ ആചരിക്കുമ്പോഴോ അത് ഇസ്ലാമോഫോബിയ ആകരുതെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാവില്ല. എന്നാൽ ചരിത്ര ഇസ്ലാമോ